തുളസി പോകാത്ത കിതാബ് ഓതാത്ത കൊല്ലം തുളസി സാറിന്റെ ഒക്കെ വിവരത്തിന്റെ 10 പോലും നമ്മുടെ കൗമിൽപ്പെട്ട ചിലർക്ക് ഇല്ല എന്ന് നോക്കുമ്പോഴേ വളരെ ദയനീയത തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. കുട്ടി മുസ്ലിം അല്ലേ? എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? പെട്ട് എന്താണ് ജിഹാദ്? എന്താണ് ജിഹാദ്? നീ കേട്ടോ? എക്സ്ട്രീം മുസ്ലിം അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസം, വയലന്റ് ആയിട്ടുള്ള മുസ്ലിം. ആലോചിക്കണം മോളെ, അവിടെ വേഷം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചോദിക്കുന്ന ചോദ്യം അതിന്റെ ഉത്സാഹം അകക്കമ്പെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ച് ChatGPT ജനറേറ്റർ ചോദിച്ചാൽ കിട്ടൂലേ? എന്തിനാണ് ഇങ്ങനെ നമ്മൾ പരിഹാസ്യരാകുന്നത്? നീ ഇപ്പൊ പറഞ്ഞിരും ബഹുമാനപ്പെട്ട കൊല്ലം തുളസി സാർ അദ്ദേഹം മദ്രസയിൽ പോയിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല, പ്രഭാഷണം കേൾക്കാൻ പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിശാലമായ ഹൃദയം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ആ ഡെഫിനിഷൻ അദ്ദേഹം സവിസ്തരം ഇവിടെ പറയും. ഒന്ന് സാഗൂന്ന് കേട്ടു. അതാണ് തെറ്റ്. മുസ്ലിമിൽ പോലും യഥാർത്ഥ മുസ്ലിമിൽ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിൽ പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുർആൻ പഠിച്ചാണെന്ന് പക്ഷേ മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ മതത്തിലോട് മണ്ഡലത്തിലോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഗമനമായി ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ട് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയും ഇല്ലേ അവരെ രക്ഷിതെത്തില്ലേ? അവർ ജിഹാദികളാ എന്ന് പറയാൻ പറ്റൂ. നമ്മളൊക്കെ ഇപ്പൊ കണ്ടത് നമ്മുടെ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനുണ്ടല്ലോ അൻസാരി സുഹരി, അയാളുടെ ആദ്യത്തെ ഒരു വീഡിയോ, ഇയാളുടെ ഒരു വേറെ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടുപോകണം. ഒരു ദിവസം ഫുള്ള് ജാതിയായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പഴക്കമൊട്ടിക്കും അത് വീടുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയാ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നെല്ലോളം സ്നേഹം കാണിക്കുക. ഇത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ചെലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ അതിനൊരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രസക്തി വേണ്ടി കാണിക്കുമ്പോൾ ആവശ്യമായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ സഹായിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് എന്താ പറയാ വല്ല ചികിത്സാ സഹായമായിട്ടോ അതല്ലെങ്കിൽ കല്യാണം നടത്തേണ്ട ആളുകൾ അല്ലെങ്കിൽ അതിന് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും പൈസ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സത്യത്തിൽ നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നുകൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിൽ പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിനുള്ള പടക്കം. നിങ്ങളിപ്പോ ഈ കണ്ട 2 വീഡിയോയിലെ കുട്ടികൾ ഇസ്ലാം മത വിശ്വാസികളാണ്. ഇസ്ലാം മതത്തിലെ തോന്നിയാസങ്ങളും ഈ മതപണ്ഡിതന്മാരായിട്ടുള്ള ഉസ്താദുകളുണ്ടല്ലോ അവർ പറയുന്ന വൃത്തികേടിനെതിരെയൊക്കെ ഈ കുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴത്തേന് അയാൾക്ക് കുരുപൊട്ടി. നമ്മുടെ അൻസാരി സുഹരിക്ക് ജിഹാദി കൂട്ടിക്കൊടുപ്പാനാണ് പുള്ളി, അതുകൊണ്ട് പുള്ളിക്കാരന് കുരുപൊട്ടി. ഇസ്ലാമിൽ ഇതൊന്നുമില്ല, ജിഹാദ് ഇല്ല, എല്ലാം നന്മ മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞാണ് ഉസ്താദ് ഇപ്പം ഈ കുട്ടികളെ തിരുത്താൻ വന്നേക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഉസ്താദ് ചെയ്യുന്ന പരിപാടിയുണ്ട്, നൈസായിട്ട് ഡോഗ് വിസ്ലിംഗ് ചെയ്യും. എന്ന് വെച്ചാൽ വിശ്വാസികളോട് പറയും ഈ കുട്ടികളെ ഒന്ന് സൂക്ഷിച്ചോണേന്ന്. നമ്മുടെ ജിഹാദി കൂട്ടിക്കൊടുപ്പാൻ അൻസാരി സുഹരി ഉസ്താദ് ജിഹാദ് നന്മയാണ്, നന്മ മാത്രമേ ഉള്ളെന്നൊക്കെയല്ലേ പറയുന്നത്. ആ ഉസ്താദിന് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. حاجة عجب और कुछ नहीं करना जिंदगी में, कोई काम नहीं है तुम्हारे? أنا جان مش شيء ذا مش شيء ذا أنا جان مش شيء ذا كان نفسي. Indoctrinated from the age of 8. അപ്പൊ അൻസാരി ഉസ്താദെ, താങ്കൾ ഉദ്ദേശിച്ച ജിഹാദ് ഇതായിരുന്നോ? മറ്റേ വെള്ളം കോരി കൊടുക്കുന്ന ഇതും കഞ്ഞിയിൽ ഉപ്പിട്ട് കൊടുക്കുന്ന ജിഹാദും 8 വയസ്സുള്ള പിള്ളേരെ കൊണ്ട് തീവ്രവാദം പഠിപ്പിച്ച് റാഡിക്കലൈസ് ആയിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നത്, എന്നിട്ട് സ്വർഗ്ഗത്തിൽ 72 ഹൂറികളെ സ്വപ്നം കാണിച്ച് നടത്തുന്ന ജിഹാദാണോ താങ്കൾ ഉദ്ദേശിച്ചത് ഇതും? അപ്പൊ ഇസ്ലാമിലെ നന്മ ജിഹാദ് മാത്രം പറഞ്ഞു നടക്കുന്ന അൻസാരി ഉസ്താദെ, താങ്കൾ ഇനി എന്നൊക്കെ ഡോഗ് വിസിൽ ചെയ്താലും ഇസ്ലാമിലെ തോന്നിവാസം ഉണ്ടെങ്കിൽ ആ തോന്നിവാസങ്ങൾ ഈ കുട്ടികൾ വിളിച്ച് പറയും.